പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിനു വേണ്ടി അധികം കാര്യങ്ങൾ ചെയ്യണമെന്നും ആത്മീയത്തിൽ ഓരോ ദിവസവും പടിപടിയായി വളരണമെന്നുമൊക്കെ ആഗ്രഹം ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. അധികം പ്രാർത്ഥിക്കണമെന്നും വചനം വായിക്കണമെന്നും വചനം ധ്യാനിക്കുവാനായിട്ട് സമയം ചിലവിടണമെന്നും വളരെ ഓർഗനൈസ്ഡായിട്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് കഴിയണമെന്നുമൊക്കെയുള്ള നല്ല ആഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ഉള്ളിൽ വച്ചിട്ടുണ്ട്. എന്നാൽ അതൊരാഗ്രഹം മാത്രമായി നിലനിൽക്കുന്നു. അതിൻ്റെ സഫലീകരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല. എവിടെയോ ചില മടുപ്പുകൾ ഉള്ളിൽ കടന്നു വരികയും പതിയെ പതിയെ ആത്മീയത്തിൽ ശോഷിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവം, ആ കാര്യത്തിൽ ജയമെടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള തോന്നലും, അതൊരു തോന്നൽ മാത്രമായിരിക്കില്ല, അതൊരു യാഥാർത്ഥ്യമായിരിക്കാം, അത് നമുക്ക് തന്നെ ബോധ്യമുള്ള കാര്യമായിരിക്കാം. അങ്ങനെ ആ കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഭാരത്തോടുകൂടെ താങ്കളായിരിക്കുകയാണ് എങ്കിൽ, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം താങ്കൾക്കുണ്ട് എങ്കിൽ ഈ സന്ദേശം പൂർണ്ണമായിട്ട് ശ്രവിക്കുവാനായിട്ട് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ഇന്ന് പകലിൽ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. 1 ദിനവൃത്താന്തം 22-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, തൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി ദാവീദ് ചെയ്യുന്ന ഒരു കാഴ്ച ആ അധ്യായത്തിൽ നാം കാണുകയാണ്. അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഇപ്രകാരം പറയട്ടെ. ഒരിക്കൽ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉളവാവുകയാണ്. താനിതാ ഇത്രയും മനോഹരമായിട്ടുള്ള ദേവദാരു കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ, ഈ രാജകീയ പദവിയിൽ, ഇത്രയും മഹത്വത്തിൽ താനിതാ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള, ആഡംബരപരമായിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവയ്ക്കത്തക്ക വിധത്തിൽ തനിക്കുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ താൻ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന ആ കൂടാരത്തെ നോക്കിയപ്പോൾ ദാവീദിനൊരു ഭാരമുണ്ടാവുകയാണ്. അയ്യോ, ഞാൻ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ദൈവം, എന്നെ ഉയർത്തിയ ദൈവം, തനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ കൂടാരത്തിനകത്ത് താൻ വസിക്കുകയാണല്ലോ. ആ ദൈവത്തിന് എനിക്കൊരു മനോഹരമായിട്ടുള്ള ആലയം പണിയണം. ആഗ്രഹം നല്ലത് തന്നെയായിരുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ആ ആഗ്രഹം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ 100% ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവം തന്നെ ദാവീദിനോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, നീ കാരണം ചൊരിയപ്പെട്ട രക്തം, നിൻ്റെ ജീവിതത്തിൽ പ്രകടമായ പാപത്തിൻ്റെ കാര്യങ്ങൾ, ഇത് കാരണം എനിക്ക് നിന്നെക്കൊണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. എനിക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്നെ കൊണ്ടത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നിൻ്റെ മനസ്സിൽ ഈ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഒരു ഹൃദയത്തുടിപ്പായി കിടക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് പകരം നിൻ്റെ മകനായ ശലോമോനിലൂടെ ഈ കാര്യം ഞാൻ പൂർത്തീകരിക്കുമെന്ന് ദാവീദിനോട് ദൈവം പറയുകയാണ്. അതൊരു പക്ഷേ ഹൃദയത്തിൽ ദാവീദിനൊരു ഭാരമായി തീർന്നിരിക്കാമെങ്കിലും താൻ അല്പം പോലും മടി കൂടാതെ, ആ നല്ല ആഗ്രഹം തന്നത് ദൈവമാകയാൽ തനിക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദാവീദ് അവിടെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗത്തിൽ നാം കടന്നു വരുമ്പോൾ 1 ദിനവൃത്താന്തം 22-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇതാ, ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്കിനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരുമുണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ചു പ്രവർത്തിച്ചു കൊള്ളുക. യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദിൻ്റെ അവസാന നാളുകളിൽ ദാവീദിന് തൻ്റെ മകനായ ശലോമോനോട് നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു ആലയം നിർമ്മിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ വേളയിൽ
ദാവീദിന് ശലോമോനോട് പറയുവാനായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദാവീദ് ശലോമോനോട് പറയുകയാണ്, ശലോമോനെ, നീ കൊട്ടാരം പണിയുമ്പോൾ നീ ഒറ്റയ്ക്ക് ആ ഭാരം ചുമക്കേണ്ടതായിട്ട് വരികയില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരുന്ന ആ ആഗ്രഹം ഹേതുവായി, ആ ആഗ്രഹത്തിൻ്റെ തീവ്രത കാരണം ഞാൻ തന്നെ എന്നാൽ കഴിയുന്ന ചിലത് സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട്. ഒരു കൂട്ടം കാര്യങ്ങൾ നാം അവിടെ വായിച്ചു. എന്നാൽ വേദപുസ്തക പണ്ഡിതന്മാരുടെ അവകാശവാദം ഇപ്രകാരമാണ്. ഇന്നത്തെ കണക്കിൽ അതിൻ്റെ ആകത്തുക, ദാവീദ് ദൈവാലയം പണിയുവാനായിട്ട് സ്വരുക്കൂട്ടിയ ഉപകരണങ്ങളും അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെയും ഒക്കെ ആകത്തുക നമുക്ക് ഇങ്ങനെ കാണാം. ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ 27 ലക്ഷം കോടി. അത്രയും രൂപയുടെ സ്വർണങ്ങളും വെള്ളിയും പൊന്നും ഇരുമ്പുമെല്ലാം ദാവീദ് ശേഖരിച്ച് വയ്ക്കുകയാണ്. എപ്രകാരം ദാവീദിന് ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാനായിട്ട് ഇത്രയും ഉത്സാഹിച്ച് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു? എന്താണ് ദാവീദിൻ്റെ ഉള്ളിലെ ആ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് തള്ളിവിട്ട ആ ഘടകം എന്തൊക്കെയായിരുന്നു എന്ന് വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ദാവീദിൻ്റെ ഒരു സ്വഭാവമായിരുന്നു, ദാവീദിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു ഗുണമായിരുന്നു, ദാവീദ് താൻ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്, ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്, ആ ദൈവത്തിലൂടെ അല്ലാതെ ഒന്നും എൻ്റെ കൈവശമില്ല എന്നുള്ള ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന്, ദൈവം ആരാണെന്നും ആ ദൈവം തന്നതല്ലാതെ ഒന്നും തൻ്റെ കൈവശമില്ല എന്നുമുള്ള ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. ഇതേ അധ്യായത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, സീദോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവനാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. അതിൻ്റെ അടുത്ത വചനം, ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. ദാവീദിൻ്റെ മനസ്സിലെ ഒരു ഹൃദയത്തുടിപ്പിതായിരുന്നു, എൻ്റെ മകനിതാ ചെറുപ്രായമാണ്, അവന് വളർന്നു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കുമല്ലോ, അതിനു മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ കീർത്തിയും ശോഭയുമുള്ള സർവ്വലോകവും മാനിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ആലയം പണിയണം എന്ന് പറഞ്ഞാൽ തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചുള്ള ഒരു ദൈവാലയം പണിയണമെന്ന് ദാവീദിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉദിക്കുകയാണ്. അല്ലെങ്കിൽ ആ ആഗ്രഹം, ആ ചിന്ത ദാവീദിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ദിനവൃത്താന്തം തന്നെ 29-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാര്? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ദാവീദിൻ്റെ ആ ഒരു മനോഭാവം അവിടെ നിന്ന് വ്യക്തമാവുകയാണ്. നോക്കുക, ദാവീദിന് താൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന് നല്ലൊരു ബോധ്യമുണ്ട്. മാത്രമല്ല, ആ ദൈവം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ കൈവശമുള്ളത് എന്നും അത് മാത്രം ആ ദൈവം തന്നതിനെ മടക്കിത്തരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യവും ദാവീദിൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഘടകം, ദാവീദിന് ദൈവം ആരാണെന്നും ദൈവം തന്നതല്ലാതെ ഒന്നും തൻ്റെ കൈവശമില്ല എന്നുമുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമതായി ഇങ്ങനെ പറയട്ടെ, ഒരു കാര്യം നാം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൈകളുടെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ളൊരു ഒരുക്കമുണ്ടായിരിക്കണമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. 22-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം, ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പിൻ. എഴുന്നേൽപ്പിൻ, യഹോവയുടെ നിയമപെട്ടകവും ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവിൻ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിൽ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും. ഒന്ന്, നമ്മുടെ ഹൃദയവും മനസ്സും
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയവും മനസ്സും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ഹൃദയത്തിലും മനസ്സിലും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. അതിനുശേഷം എഴുന്നേൽക്കണം. അതിനുശേഷം പണിയുവാനായിട്ട് തുടങ്ങണം. ഇന്ന് പകലിൽ ഏതോ ചില ആഗ്രഹങ്ങൾ എവിടെയോ വഴി മുടക്കി നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരുക്കമുണ്ടാകട്ടെ. ദൈവത്തെ അധികം ആരാധിപ്പാൻ, ദൈവത്തെ അധികം സേവിപ്പാൻ ഒരു ഹൃദയത്തിലെ ഒരുക്കത്തിനായിട്ട് നമുക്ക് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. ഇനി മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുവാനായിട്ട് പോകുന്നത്. പക്ഷേ നാം ഇന്ന് 22-ാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം ഈ കാര്യത്തെ മൂന്നാമത്തെ പോയിൻ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വെറുതെ ഓരോ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ച് കിട്ടിയെന്ന് വരികയില്ല. പകരം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നാം തയ്യാറാകണം. പ്രാർത്ഥനയിൽ ചില വെല്ലുവിളികളെ വെട്ടി പ്രാർത്ഥിച്ച് ജയമെടുത്ത് നാം മുന്നേറുമ്പോൾ മാത്രമാണ് ഈ ദൈവികമായിട്ടുള്ള ആലോചനകൾക്ക് സഫലീകരണം സംഭവിക്കുക. കാരണം നാം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പിശാച് ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ആത്മീയ യുദ്ധം നാം ചെയ്ത് ജയമെടുത്ത് മുന്നേറിയെങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയാളികളായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദാവീദ് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനാ ശബ്ദം 29-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ കാണാം. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ മകനായ ശലോമോൻ, നിൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവന് ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. ദാവീദിൻ്റെ ഉള്ളിലാണ് ഈ ആഗ്രഹം ഉളവായതെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കാണണമെന്ന് ദാവീദിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, എൻ്റെ മകന് ശലോമോന് ഒരു ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ, ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനായിട്ടുള്ളൊരു മനസ്സവന് കൊടുക്കണമേ എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ മനോഹരമായിട്ടുള്ള ഒരു ദൈവാലയം പണിതുയർത്തുമ്പോൾ ഒരുപക്ഷെ സ്വർഗം സന്തോഷിച്ചിരിക്കണം. ദാവീദിൻ്റെ മനസ്സിലെ ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായിട്ട് ദാവീദ് തന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ പല കാര്യങ്ങളും തന്നിലൂടെ തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് താൻ സന്നദ്ധനായെങ്കിൽ, ഒന്ന്, ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം തന്നതല്ലാതെ ഒന്നും തനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തൻ്റെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ മനോഭാവത്തോടെ ആ ആഗ്രഹത്തെ താൻ പുഷ് ചെയ്ത് ആ ഫിനിഷിംഗ് ലൈനിന് അപ്പുറത്ത് താൻ കൊണ്ടുപോകുവാൻ സന്നദ്ധനായെങ്കിൽ, ആ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് വന്നുവെങ്കിൽ, ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലെ ആ തീരുമാനം, ദൈവത്തിന് വേണ്ടി വയ്ക്കുന്ന സ്റ്റെപ്പുകൾ ദൈവം മാനിക്കും. നാളുകളിൽ വലിയ ജയത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുചെല്ലും. ആത്മീയത്തിൻ്റെ ലെവലിൽ അടുത്ത വർഷം ഇതേ സമയത്തിനകം ഒരു പടി കൂടെ കയറത്തക്ക വിധത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.